വാഷിംഗ് ഫേസ് വാഷ് ചെയ്യേണ്ടത് അത് ഫേസ് വാഷ് ചെയ്യുന്ന സ്ഥലം പോലെ നമുക്ക് തോന്നുന്നു. പക്ഷേ അവിടെ വെച്ചിരിക്കുന്നത് ഹൃദയത്തിൻ്റെ രൂപമാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അവർക്ക് എന്നുവെച്ചാൽ പ്രാർത്ഥനാമുറി അങ്ങോട്ട് വരുമ്പോൾ ഈ രാജകീയമായിട്ട് ഇറങ്ങി വരണ സ്ഥലത്ത്, കയറിപ്പോണ സ്ഥലത്ത് അത് പ്രാർത്ഥനയുടെ സ്ഥലമാണത്. പക്ഷേ അതിന് പകരം അവിടെ സ്റ്റെയർകേസായിപ്പോയി. വെച്ചാൽ അത്രയും വിഡ്ഢിയാന്മാരായ എഞ്ചിനീയർമാരെ കൊണ്ടുവന്ന് ദൈവത്തെ മറന്ന് ജീവിക്കും. അപ്പോൾ എന്താ പരിപാടി? അതെല്ലാം അശുഭമാകും. പിന്നെ അവിടെ രോഗങ്ങളൊക്കെ കഷ്ടപ്പാടൊക്കെ നമ്മൾ തന്നെയാണ് അശുഭമാക്കുന്നത്. നമ്മുടെ വീടിൻ്റെ സ്ഥാനവും കാര്യങ്ങളൊന്നും അല്ലേ. നമ്മൾ ദൈവത്തിൻ്റെ സ്ഥാനം, ദൈവത്തിൻ്റെ സമയം, ആ ദൈവത്തിൻ്റെ സമയം മനുഷ്യമാരെടുക്കുമ്പോൾ, ഇപ്പം നിങ്ങൾ പ്രാർത്ഥനയുടെ സമയമാണത്, അത് കർത്താവിൻ്റെ സമയമാണ്. അത് ദൈവത്തിന് സമയം കൊടുക്കണം. ആ സമയം മമ്മി എനിക്ക് പഠിക്കാനെന്ന് കഴിഞ്ഞാൽ നീ പഠിച്ചിട്ട് എവിടെ ചെല്ലാനാണ്? പഠിച്ചു കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നീ ജോലി കിട്ടുമായിരിക്കും. ജോലി കിട്ടിക്കഴിയുമ്പോൾ നീ ജോലി കിട്ടും, നീ നല്ല കല്യാണം കഴിക്കും. പക്ഷെ അതുകൊണ്ടും ജീവിതമായില്ല. ഒരു അസുരവിത്ത് മന്ദബുദ്ധി ജനിച്ചാൽ പോരെ, നിൻ്റെ കാര്യത്തിൽ തീരുമാനമായില്ലേ? അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ദൈവത്തെ മറന്ന്, അതായത് ഇതാണ് ഈ ധൃതി കാണിക്കുന്നതെന്ന് പറഞ്ഞൊരു കാര്യം. അശുഭമായി പോണതും ധൃതിയും തമ്മിൽ ഭയങ്കര ബന്ധമുണ്ട്. അപ്പോൾ അതുകൊണ്ട് വളരെ ജീവിതത്തിൽ അല്പം ശാന്തമാവുക. ദൈവം ശാന്തമാക്കുമ്പോൾ പ്രാർത്ഥനാപൂർവ്വം കാത്തിരിക്കുക. ഇന്നലെയൊക്കെ വായിച്ചു കേട്ടില്ലേ, തോബിയാസ് 14:9. ഒന്നിനു വായിച്ചത്, നിനക്ക് ശുഭം ഭവിക്കാൻ നിയമവും പ്രമാണങ്ങളും പാലിക്കുകയും ദൈവത്തിന്റെ വചനം പാലിക്കുകയും നീതിയോടും കരുണയോടും കൂടെ വർത്തിക്കുകയും ചെയ്യുക. അപ്പം നീതിയോടെ വർത്തിക്കാം. പക്ഷേ അപ്പോഴ് നിനക്ക് ശുഭം ഭവിക്കണം നിർബന്ധമില്ല. കരുണയോടെ വർത്തിക്കണം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം.